കുറെ നാളുകളായി മലയാളി മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന നാമമാണ് നിമിഷപ്രിയ. 2 ദിവസങ്ങളായി അതൊരു ദുരന്തമായി പര്യവസാനിക്കുമോ എന്ന ആധിയിലാണ് മലയാളി മനസ്സ്. ബിസിനസ് പങ്കാളിയായ യമൻ പൗരനെ വധിച്ച കേസിൽ 2017 മുതൽ യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചതോടെയാണ് ഈ ഉത്കണ്ഠ വർദ്ധിച്ചത്. ഒരുപക്ഷേ 1 മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയേക്കാം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബം ദിയാധനം, അതായത് ബ്ലഡ് മണി വാങ്ങി മാപ്പ് കൊടുക്കാൻ തയ്യാറാവുകയും അദ്ദേഹത്തിൻ്റെ ഗോത്രം അതിനെ അംഗീകരിക്കുകയും ചെയ്താൽ നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രതീക്ഷയും അസ്തമിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മലയാളി മനസ്സും മണ്ണും. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുമുണ്ട്. തലാൽ അബ്ദു മെഹദിയുടെ സ്പോൺസർഷിപ്പിൽ യമനിൽ ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു നഴ്സ് കൂടിയായ നിമിഷപ്രിയ. ഇവർ താമസിച്ചിരുന്ന വീടിന് മുകളിൽ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നെന്ന നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറം ലോകമറിയുന്നത്. 100 കണക്കിന് കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ നിലയിലാണ് മൃതദേഹം ജലസംഭരണിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. തലാലിനെ കാണാനില്ലെന്ന് ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മാധ്യമങ്ങളിലൂടെ നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ 580 കിലോമീറ്റർ അകലെ ഹളറമൗത്തിൽ വെച്ചാണ് നിമിഷപ്രിയ അറസ്റ്റിലായത്. പിന്നാലെ കൃത്യത്തിന് നിമിഷപ്രിയക്ക് സഹായം ചെയ്ത സുഹൃത്തും യമൻകാരിയുമായ നഴ്സ് ഹനാനെയും പോലീസ് പിടിയിലായി. തുടർന്ന് നടത്തിയ വിചാരണ നടപടികൾക്കൊടുവിൽ നിമിഷപ്രിയക്ക് കീഴ്ക്കോടതി വധശിക്ഷയും ഹനാന് ജീവപര്യന്തം തടവും വിധിച്ചു. നിമിഷപ്രിയ സുഹൃത്ത് ഹനാനൊപ്പം ചേർന്ന് തലാലിന് അനസ്തീഷ്യ നൽകിയ ശേഷം കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ്. 2009 നിമിഷപ്രിയ നഴ്സായി യമനിലെത്തിയത്. 2012 കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിനെ വിവാഹം കഴിച്ചു. യമനിൽ തിരിച്ചെത്തിയ നിമിഷപ്രിയ ക്ലിനിക്കിലും ടോമി സ്വകാര്യ സ്ഥാപനത്തിലും ജോലി നേടി. ഇതിനിടെയാണ് യമൻ പൗരനായ തലാൽ അബ്ദു മെഹദിയെ പരിചയപ്പെടുന്നത്. പിന്നാലെ തലാലിനൊപ്പം ചേർന്ന് പങ്കാളിത്ത വ്യവസ്ഥയിൽ അവിടെ ക്ലിനിക്ക് തുടങ്ങാനും പദ്ധതിയിട്ടു. ഇതിനിടെ യമനിൽ വെച്ച് പിറന്ന മകൾ മിലേഷിൻ്റെ മാമോദിസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും നാട്ടിലേക്ക് തിരിച്ചു. തലാൽ അബ്ദു മെഹദിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ചടങ്ങ് കഴിഞ്ഞ് നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. ടോമിയും മക്കളും ഇവർക്കൊപ്പം പോയിരുന്നില്ല. 2015 സനായിൽ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ നിമിഷ ക്ലിനിക്ക് ആരംഭിച്ചു. നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്ന തരത്തിലാണ് യമനിലെ രേഖകൾ. ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷ പറയുന്നത്. പിന്നീട് ക്ലിനിക്ക് നല്ല രീതിയിൽ നടന്നു പോകുന്നതിനിടെ ലാഭം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഉടലെടുത്ത തർക്കമാണ് ഇരുവരും തമ്മിൽ അകൽച്ചയ്ക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ട്. ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ലഹരി മരുന്നിന് അടിമയായ അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നുമാണ് നിമിഷ ഇപ്പോൾ പറയുന്നത്. തലാൽ തൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ പോകാൻ അനുവദിക്കാതെ പീഡിപ്പിക്കുകയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. തൻ്റെ ലക്ഷക്കണക്കിന് രൂപ തലാൽ തട്ടിയെടുത്തെന്നും നിമിഷപ്രിയ പറയുന്നു. സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും തലാലിൻ്റെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. ജീവിക്കാൻ അനുവദിക്കാത്ത ഘട്ടം വരികയും ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നുകയും ചെയ്തതോടെ ഒരു ദിവസം തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെച്ചു. ബോധം പോയതോടെ പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലാവുകയായിരുന്നുവെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ തലാലിൻ്റെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ 100ഓളം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയക്ക് വിനയായത്. കൊലപാതക കുറ്റം മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവപര്യന്തത്തിൽ ഒതുങ്ങുമായിരുന്ന കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കിയ കുറ്റം കൂടി ചാർത്തപ്പെട്ടതോടെ കൂടുതൽ കഠിനമായതായി മാറുകയും വധശിക്ഷ വിധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്നാൽ മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ പറയുന്നത്. ഇക്കാര്യം കോടതിയിലും അവർ പറഞ്ഞിരുന്നു. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിപ്പിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ദിബാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടുവെന്നും നിമിഷപ്രിയക്ക് പരാതിയുണ്ട്. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ലെന്നും മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചതെന്നും നിമിഷപ്രിയ പറയുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ ഈ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു.
അപ്പീൽ പോയെങ്കിലും 2020 യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവച്ചു. തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും സ്വയം രക്ഷയുടെ ഭാഗമായാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചെങ്കിലും ഹർജി കോടതി തള്ളുകയായിരുന്നു. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതും പരിഗണിക്കപ്പെട്ടില്ല. നിമിഷപ്രിയക്കെതിരായ കുറ്റം കെട്ടിച്ചമച്ചതാണെന്നാണ് കുടുംബം പറയുന്നത്. തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയയുടെ ശ്രമം. പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നതടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അനസ്തേഷ്യ കുത്തിവെച്ചത്. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിക്കപ്പെട്ടു. പിന്നീട് യുവാവിന്റെ മൃതദേഹം പല തുണ്ടുകളായാണ് കണ്ടെത്തിയത്. കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തിട്ടില്ലെന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും കുടുംബം പറയുന്നു. ഇതിനിടെ നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. 2023 യമൻ സുപ്രീം കോടതിയും ഹർജി തള്ളി. എൻ്റെ മകൾ അവിടെ തീ തിന്നുകയാണ്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പിരക്കണം. മാപ്പപേക്ഷിച്ചാൽ അവർ പൊറുക്കും. അപ്പീൽ തള്ളിയ വാർത്ത അറിഞ്ഞപ്പോൾ അമ്മ പ്രേമകുമാരിയുടെ പ്രതികരണം ഇതായിരുന്നു: കേസുണ്ടായ ഉടൻ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കാൻ 50,000 ഇന്ത്യൻ രൂപ മകൾ ആവശ്യപ്പെട്ടിരുന്നു. അന്നത് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. അന്നത് കൊടുക്കാത്തതിൻ്റെ വിഷമം എന്നെ മരണം വരെ വേട്ടയാടും. മകൾ ജയിലിലായതിനു ശേഷം കിടപ്പാടം വരെ വിൽക്കേണ്ടി വന്നുവെന്നും അമ്മ പറഞ്ഞു. ഇതിനിടയിൽ 70 ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് തലാലിൻ്റെ കുടുംബം അറിയിച്ചിരുന്നു. എന്നാൽ തലാലിൻ്റെ നാട്ടുകാരുടെയും ഗോത്രക്കാരുടെയും എതിർപ്പ് മൂലം ഇത് നടന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു. 2021 ഓഗസ്റ്റിൽ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. യമനിലെ മേൽക്കോടതികൾ വിചാരണ തുടങ്ങിയപ്പോൾ തന്നെ ആക്ഷൻ കൗൺസിൽ ഇന്ത്യൻ സർക്കാർ തലത്തിലും എംബസി തലത്തിലും കോടതി തലത്തിലും ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് യമനിലെ തന്നെ മുതിർന്ന അഭിഭാഷകന്റെ സേവനം നിമിഷപ്രിയക്കായി ലഭ്യമാക്കി. നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. നിമിഷപ്രിയയുടെ കേസിൽ നേരിട്ട് ഇടപെടാനാവില്ലെന്നും എന്നാൽ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകാൻ സന്നദ്ധമാണെന്നുമായിരുന്നു അന്ന് സർക്കാർ വ്യക്തമാക്കിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് സംസ്ഥാന സർക്കാരും ഉറപ്പു നൽകിയിരുന്നു. ദിയാധനം നൽകിയാൽ മോചനം സാധ്യമായെങ്കിൽ അത് നൽകാൻ സന്നദ്ധനാണെന്ന് മലയാളി വ്യവസായി യൂസുഫ് അലിയും വാക്ക് നൽകിയിരുന്നു. പിന്നാലെയാണ് കേസിൽ വധശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയ കാര്യം കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. വധശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയ നൽകിയ അപ്പീൽ നവംബർ 13 യമനിലെ സുപ്രീം കോടതി തള്ളിയെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്നായിരുന്നു കേന്ദ്രം വാക്കാൽ ഡൽഹി ഹൈക്കോടതിക്ക് നൽകിയ വിവരം. വധശിക്ഷ ഒഴിവാക്കാൻ ഇനി യമൻ പ്രസിഡന്റിന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. പിന്നാലെയാണ് നിമിഷപ്രിയ യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകുന്നത്. എന്നാൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമിയും ദയാഹർജി തള്ളുകയായിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ യമനിലാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 20 അവിടെ എത്തിയ അമ്മക്ക് 2 തവണ നിമിഷപ്രിയയെ കാണാനായിട്ടുണ്ട്. ദിയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇതിനായി 2ാം ഘട്ട തുക സമാഹരിച്ച് നൽകാതിരുന്നതാണ് തിരിച്ചടിയായതെന്നാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നവരിൽ ഒരാളായ സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോം പറയുന്നത്. ദിയാധനം സ്വീകരിച്ചു നിമിഷയോട് ക്ഷമിച്ചതായി കുടുംബം അറിയിച്ചാൽ ശിക്ഷ ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. തലാലിൻ്റെ കുടുംബവുമായും അവരുടെ ഗോത്ര സമൂഹത്തിൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ $40,000 സാമുവൽ ജെറോമും യമനിലെ അഭിഭാഷകരും ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യഘട്ടമായി നൽകേണ്ട $20,000 $19,871 കൂട്ടായ പരിശ്രമത്തിലൂടെ സമാഹരിച്ച് 2024 ജൂലൈയിൽ എംബസി വഴി കൈമാറിയിരുന്നു. എന്നാൽ 2ാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെന്നാണ് ആരോപണം. തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതാണ് ഈ ശ്രമങ്ങൾ നിലക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ഏതായാലും മാപ്പപേക്ഷാ ചർച്ചകളുടെ 2ാം ഗഡുവായി നൽകേണ്ട പണം കമ്മിറ്റി യഥാസമയം കൈമാറാതിരുന്നതിനാൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ചർച്ചകളിൽ വിശ്വാസം നഷ്ടമായെന്നാണ് ജെറോം പറയുന്നത്. അവസരമുള്ളപ്പോൾ ഉപയോഗിക്കാനായില്ല, ഇപ്പോൾ അവസരം നഷ്ടമായെന്നും അദ്ദേഹം പറയുന്നു. വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് നേരിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകിയിട്ടുണ്ട്. യമനിൽ നിമിഷപ്രിയയെ ശിക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് മന്ത്രാലയത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബം സാധ്യമാകുന്ന എല്ലാ വഴികളും തേടുന്നതായും മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായവും സർക്കാർ ചെയ്യും, വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
അമ്മയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും യമനിൽ തുടർന്ന് ദിയാദനം വഴി രക്ഷാശ്രമങ്ങൾ നടത്തുന്നതിനിടെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടലുകൾ ഉണ്ടായാൽ ഒരുപക്ഷെ ആ മലയാളി പെൺകൊടിക്ക് നഷ്ടപ്പെട്ടു പോയെന്നുറപ്പിച്ച ജീവിതം തിരിച്ചുപിടിക്കാനായേക്കാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും കൈവിടാനായിട്ടില്ലെന്ന് തന്നെയാണ് യമനിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്.